ഹലോ, അപ്പോൾ ഇന്നൊരു ചിക്കൻ ബിരിയാണി റെസിപ്പി ഉണ്ടല്ലോ. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ചിക്കൻ വൃത്തിയായി എടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ഉപ്പ്, 1 ടീസ്പൂൺ നാരങ്ങനീരും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു 1 hour ഒക്കെ വെച്ചാൽ മതി. ഇനി അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1.5 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഏലക്കായ, പട്ട, ഗ്രാമ്പൂ, കുറച്ച് നാരങ്ങനീര് ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം നല്ല തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർക്കാട്ടിട്ടുള്ള അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. ചോറൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഉള്ളി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു വലിയ സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല നൈസായി അരിഞ്ഞിട്ട് ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഉള്ളി പൊരിച്ച എണ്ണയിലേക്ക് തന്നെ കുറച്ചുകൂടി നെയ്യും കൂടെ ആഡ് ചെയ്ത് ഹോൾ സ്പൈസസ് ഒക്കെ ഇട്ട് ഒരു 3 സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ സവാളയാണെങ്കിൽ 4 or 5 എടുക്കണം. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഉപ്പും കുറച്ച് പച്ചമുളക് അരിഞ്ഞതും ഒരു തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുമ്പോൾ അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കും. ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി, ഒരു ചിക്കൻ ക്യൂബ്, കുറച്ച് ബിരിയാണി മസാലയും കൂടെ ചേർത്തിട്ട് എല്ലാത്തിൻ്റെ ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും കുറച്ചുകൂടെ മിക്സ് ചെയ്തിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈരും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കും. ഇനി അടച്ച് വെച്ചിട്ട് ചിക്കനൊക്കെ ഒന്ന് വേവിക്കാൻ വെക്കണം. അങ്ങനെ അതൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുഴുവൻ റൈസ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില, നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളി, കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കളറിന് വേണ്ടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 5-6 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കണം. കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.